പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നിരന്തരമായിട്ട് ഇക്കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, ഒരു അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി തന്നെ കേരളത്തിൽ ഇപ്പം നടന്നു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് സ്കോപ്പ് ഉണ്ടാക്കുക, ഒരു നൂലിട്ട് കൊടുക്കുക, അതിൽ കൊത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തയ്യാറായിരിക്കുന്നുണ്ട്. അതിട്ട് കൊടുക്കുക, അവർ കൊത്തുക, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, ചർച്ച ഉണ്ടാക്കുക, അവസാനം ഗവൺമെൻറ് ഇപ്പോൾ ആരാണോ പ്രസ്താവന ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത് അവരതിൽ നിന്ന് പിന്തിരിയുക. വഖഫിൻ്റെ വിഷയം, ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം, സ്കൂളിലെ യൂണിഫോമുകളുടെ വിഷയം, കുടുംബശ്രീയുടെ പ്രതിജ്ഞയുടെ വിഷയം, ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ടാകുന്നു. ഈ വിഷയങ്ങളിൽ അനാവശ്യമായി പലരും ചെന്ന് പല പ്രസ്താവനകളും എടുക്കുന്നു. ആ പ്രസ്താവനകളുടെയൊക്കെ ബാധ്യത എല്ലാ മനുഷ്യരുടെയും തലയിൽ വന്ന് ചേരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രസ്താവന എന്താണെങ്കിലും തന്നെ അതിന് ഒറ്റ വീക്ഷണത്തിൽ നമ്മളെല്ലാവരും കാണാനും ശ്രമിക്കുന്നുള്ളൂ. അതിന് മതത്തിൻ്റെയും വീക്ഷണമുണ്ട്, അങ്ങനെ അല്ലാതെ കാണാൻ ശ്രമിക്കുന്നവരുടെയും വീക്ഷണമുണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്താണ് നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ എത്തേണ്ടത്.